ഹലോ ഗൈസ്, ഏപ്രിൽ 7 എനിക്കൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ DUവിൽ 4th ഇയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി റിസർച്ചാണ്. അപ്പോൾ 8th സെമസ്റ്ററിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏതെങ്കിലും മെയിൻ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മുടെ റിസർച്ച് പേപ്പർ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഒരു കമ്പൽസറി ഗൈഡ് ലൈൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഫോർച്ചുനേറ്റ്ലി ഞാൻ പഠിക്കുന്ന കോളേജായ ശിവാജി കോളേജിലായിരുന്നു സെക്കൻഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഹെൽഡ് ചെയ്തത്. ഈ കോൺഫറൻസ് നടത്തിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആണ്. ഇതേപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സും കോൺഫറൻസുകൾ നടത്തും. അപ്പോൾ അവരുടെ ആ ടോപ്പിക്കിന് റിലേറ്റ് ആയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് ആണ് നമ്മുടെയെങ്കിൽ നമുക്ക് അവിടെ പോയി പ്രസന്റ് ചെയ്യാം. അപ്പോൾ ഈ സെക്കൻഡ് ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ടോപ്പിക് ഇതായിരുന്നു: വികസിത് ഭാരത് അറ്റ് ദ റേറ്റ് 2047 സ്ട്രാറ്റജീസ് ഫോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ദ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ്. അങ്ങനെ ഈ സംസാരിക്കുന്നതാട്ടോ എൻ്റെ സൂപ്പർവൈസർ. അങ്ങനെ ഇനോഗ്രൽ സെഷൻ കഴിഞ്ഞ് ലഞ്ച് ടൈം ആയിട്ടോ. അപ്പോൾ ലഞ്ചും ഹൈ ടീം പരിപാടീസൊക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും നമുക്ക്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലഞ്ചിന് ശേഷം അങ്ങനെ നമ്മുടെ ടെക്നിക്കൽ സെഷൻസ് സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ ഇനിയാണ് സ്റ്റുഡൻസിൻ്റെ പേപ്പർ പ്രസൻറ്റേഷൻസ് തുടങ്ങുക. പല കോളേജിൽ നിന്നും UG PG ചെയ്യുന്ന സ്റ്റുഡൻസും അതേപോലെ തന്നെ PhD സ്കോളേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പല ട്രാക്കുകളായിട്ടായിരുന്നു പ്രസൻറ്റേഷൻസ് നടന്നിരുന്നത്. അപ്പോൾ ഓരോ ട്രാക്കും ഓരോ റൂമിലായിരുന്നു. ഏകദേശം ഒരു ട്രാക്കിൽ 15 സ്റ്റുഡൻസ് വരുന്ന രീതിയിലായിരുന്നു അവർ നടത്തിയിരുന്നത്. അങ്ങനെ നമ്മുടെ പ്രസൻറ്റേഷൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ 3 സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിസ്കഷൻ ടൈം ഉണ്ട്. അപ്പോൾ ആ ടൈമിലാണ് അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക നമ്മുടെ പേപ്പറിനെ റിലേറ്റ് ചെയ്തിട്ട്. അങ്ങനെ എല്ലാവരെയും പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ODയിൽ പോയിട്ടു. അപ്പോൾ അവിടെ കുറച്ച് താങ്കിങ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ട്രാക്ക് വൈസ് ഫോട്ടോ എടുക്കലും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും അപ്പോൾ തന്നെ നടന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ രജിസ്റ്റർ ചെയ്ത ടൈമിൽ നമുക്ക് കോൺഫറൻസ് കിറ്റ് അവർ തന്നിട്ടുണ്ട്. ഈ ഒരു ഫയലും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ബുക്കും പെന്നും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ നല്ല എക്സ്പീരിയൻസും എക്സ്പോഷേഴ്സൊക്കെ കിട്ടി നമുക്ക്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.